വളരെ പെട്ടെന്ന് മാറ്റാവുന്ന ഒരു രോഗമാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത്. മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. നമുക്ക് ഒത്തിരി മസിൽസ് അവിടെ ഒരു മുട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ മസിൽസ് വളരെ നേരെ ഇരിക്കുന്നത്, കുറെ ചെരിഞ്ഞിരിക്കുന്നത്, ചിലർ വളരെ ക്രോസ് ചെയ്ത് പോകുന്ന മസിലുകൾ, അങ്ങനെ പല തരത്തിലുള്ള മസിലുകൾ. നമ്മൾ ആരെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്ത് നോക്കി അറിയാം, തൈ മസിൽസെന്നോ അല്ലെങ്കിൽ നീ ജോയിന്റ് മസിൽസെന്നോ ഒക്കെ ഗൂഗിളിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ മുട്ടിൽ അത്രയധികം മസിലുകളുടെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയധികം മസിലുകൾ കൊണ്ടാണ് നമ്മുടെ മുട്ടിനെ ദൈവം ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതൊക്കെ. വഴിക്ക് വീഴുകയോ അല്ലെങ്കിൽ ബാത്റൂമിൽ വീഴുക, അല്ലെങ്കിൽ സൂംബ പോലെയുള്ള എക്സർസൈസുകൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ജിമ്മിന് പോവുക. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഈ കാൽ മസിലുകൾ, തൈ മസിൽസ്, നമുക്കറിയാം ക്വാഡ്രിസെപ്സ് ഫെമോറിസ്, വാസസ് ലാറ്ററാലിസ്, വാസസ് മീഡിയാലിസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഹാംസ്ട്രിംഗ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, സാർട്ടോറിയസ്, ഇങ്ങനെ ഒരുപാട് മസിലുകളുണ്ട്. ഈ മസിലുകൾക്ക് എവിടെയെങ്കിലും ഈ വീഴ്ചയിലോ അല്ലെങ്കിൽ ഈ വാം ചെയ്യാതെ പ്രോപ്പർ വാമപ്പ് നടത്താതെ കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ മസിലുകൾ അതിന്റെ പൊസിഷനിലേക്ക് ഒരു അലൈൻമെന്റിൽ ഒരു മാറ്റം വരും. അതിന്റെ പ്രോപ്പർ അനാട്ടമിക്കൽ ഒറിജിൻ ടു ഇൻസേഷൻ ഒക്കെ, അതിന്റെ അനാട്ടമിക്കൽ പൊസിഷനൊക്കെ മാറ്റം വരുമ്പോൾ ഇതിന്റെ പ്രഷർ വരുന്നത് മുഴുവൻ മുട്ടിലേക്കാണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിന്റെ ഒരു പ്രകൃതിയുടെ ഡിഫെൻസീവ് മെക്കാനിസം പോലെ കൂടുതൽ ചലിപ്പിക്കാതിരിക്കണം. അതായത് മസിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മുട്ടുകളിൽ ഉടനടി തന്നെ നീര് വെക്കും. അത് കൂടുതൽ ഈ മസിൽ ശരിയാക്കിയതിന് ശേഷം മാത്രമേ മുട്ട് വർക്ക് ചെയ്യാവൂ എന്നുള്ളൊരു മെസ്സേജാണ് ശരീരം നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ അതിനെ നീര് കുറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഈ മസിൽസിന്റെ അനാട്ടമിക്കലുള്ള കംപ്ലൈന്റുകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ചികിത്സ എന്ന് പറയുന്നത്.